ഈ കന്യമണ്ണിന്റെ രോഗനിവാരണ ശക്തിയെ പറ്റി അറിയാത്തത് കൊണ്ടാ ഒരു വിശ്വാസക്കുറവ്. അങ്ങനെയൊന്നുമില്ല. പിള്ളേച്ചനെ ഞങ്ങൾക്ക് വിശ്വാസ. പക്ഷേ ഷുഗറിന്റെ സൂക്കേട് മാറാൻ ഈ മണ്ണ് പൊത്തുന്ന എന്തിനാ നാട്ടുകാർ ചോദിക്കുന്നത്? ഏത് നാട്ടുകാര് പേര് പറ, ആ പേരിങ്ങോട്ട് പറ. അല്ലേ അയ്യോ പാവം, ആരെ മോളെ ഹതഭാഗ്യൻ. വേണ്ട, രാവിലെ അമ്മാമ്മയുടെ വായിന്നൊന്നും കേക്കണ്ട. അല്ല, വൈകിട്ട് ഇങ്ങോട്ട് തന്നെയാണോ അതോ ശിവകാശിക്കോ? തീരുമാനിച്ചില്ല. സത്യക്രിസ്ത്യാനും പള്ളിക്കപ്പിയാരുമായ ഞാനും എന്റെ ഫാമിലി ചെറ്റപ്പരെ കിടന്ന് അറിയിക്കുമ്പോ ദാണ്ടെ പുറംജാതിക്കാരനടുത്ത പള്ളിപ്പറമ്പി വാടക പോലും കൊടുക്കാതെ മണ്ണ് കുഴച്ച് കളിക്കണേ. എന്തോന്നാ ദേവസി കാലത്ത് തന്നെ കോള് വെച്ചൊരു വർത്തമാനം? എന്നോടാണെങ്കിൽ നേരിട്ട് പറയാം. ഓ പിന്നെ നേരിട്ട് പറഞ്ഞ താരന്റെ സഭയിൽ നിന്ന് മഹറോ ചൊല്ലിക്കല്ലോ. നാണമില്ലല്ലോ മൂപ്പിന്റെ പള്ളി മുതൽ ഇങ്ങനെ സ്വന്തം പോലെ അനുഭവിക്കാൻ. അതെ, 10-20 കൊല്ലമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ താമസക്കാരാ. ഇത്രയും കാലം കൃത്യമായിട്ട് വാടകയും കൊടുത്തിട്ടുണ്ട്. ഏനക്കേട് കൊണ്ട് 2 മാസത്തെ കുടിശ്ശിക വന്നു. അത് ഞങ്ങൾ അച്ഛനോട് എന്ന് പറഞ്ഞിട്ടുണ്ട്. തനിക്ക് വലിയ ദണ്ണമാണ് അവിടെ ചെന്ന് പറയടോ. അതിനത് ഞാൻ തീറ്റ ഒഴിഞ്ഞിട്ട് എന്തെങ്കിലും നേരം വേണ്ടേ? നിങ്ങൾ ഇങ്ങോട്ട് പോയി മനുഷ്യ, ഈ വിത്തകളോടൊക്കെ വായിട്ടിളക്കുന്നവരോട് മറിയേ അത്രക്ക് അന്തസ്സുണ്ടെങ്കിൽ വല്ല NSS ക്ഷേത്രത്തിൽ പോയി താമസിക്കട്ടെടി. ഓ, അത് കാര്യമാക്കണ്ട, ഇതൊക്കെ ഇവിടെ പതിവുള്ളതാ. അമ്മമ്മേ, ഞാൻ ഇറങ്ങാ. ഓ എഴുന്നള്ളിയാ പോക്ക് കണ്ടാത്തൊന്നും ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന്. ശർക്കര കൊഴക്കാൻ പോണ പോക്ക. അതേടോ, അന്തസ്സായിട്ട് വേലയെടുത്ത് തന്നെയാ കഴിയുന്നേ, അല്ലാതെ തന്നെ പോലെ പള്ളിയെ നാട്ടുകാരെ ഒരുപോലെ പറ്റിച്ചിട്ടല്ല. ഇങ്ങോട്ട് വന്നേ മനുഷ്യ, ഇത് നല്ല കൂത്ത്. ഈ ചെറുക്കൻ ഇതുവരെ പോയില്ലേ? ഒന്ന് എളുപ്പം പോയച്ചു ടയറെടുത്ത് പോണോള്ള ഉരുട്ടിച്ചെന്ന് പോലെ വണ്ടി കട എന്തൊരനുസരണാ. അമ്മയുടെ മോൻ തന്നെ എല്ലാം കൂടെ പോവാനല്ലോടാ ഈ അപ്പന്റെ ഒടുക്കത്തൊരു കരുതാക്ക്. ഹേമമോള് വെയിലടിപ്പിച്ച് കളിക്കാണോ? ഞാൻ പാത്രം കഴുകാനായിട്ട്. അതിന് ഇങ്ങനത്തെ പാത്രം കൊണ്ടൊന്നും വെയിലടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കണ്ണാടി വേണം, എന്നിട്ടൊരു കുപ്പിയും മുകളിലൊരു ബൾബും വെക്കണം. അതിന്റെ മുമ്പിൽ ഫിലിം പിടിച്ച ഭിത്തിയിൽ സിനിമാ പടം കാണാം. ഞങ്ങളതെന്തോരം ചെയ്തേക്കുന്നു. പക്ഷേ അതൊരു 6-7 വയസ്സുള്ളപ്പോഴാ. കേറി പൊടിയകത്ത്. കെട്ടിക്കാറായ പെണ്ണിന്ന് വേഷം കെട്ടണം. ജോസ്മോനെ പോയി ഇങ്ങ് വന്നേ, ഇങ്ങ് വാടാ. സാറ്റ് കളിക്കായിരുന്നല്ലേ? ഞാനും കളിക്കാറുണ്ട്. കാശ് കൊടുക്കാനുള്ളവരെ കാണുമ്പോ ഒരൊറ്റ സാറ്റാ. അല്ല എടാ കൊച്ചനെ, ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് എന്താന്ന് വെച്ചാ, ഇവിടെ നന്നായിട്ട് സാറ്റ് കളിക്കാൻ അറിയാവുന്ന നായന്മാര് പിള്ളേരുള്ളപ്പോ തൽക്കാലം നസ്രാണികൾക്ക് ചാൻസ് കുറവാ. അതുകൊണ്ട് മക്കള് ചെല്ല് ചെല്ല് ചെല്ല്. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞാൻ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എന്റെ ഈശോയെ, എന്റെ ആത്മാവിനെ കൂട്ടായിരിക്കണമേ. അവൻ വരുന്നു. ക്രിസ്തു
ക്രിസ്തു. വെളുപ്പറിയാൻ മേലാത്ത ജന്തുക്കള് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കല. അകത്ത് കിടക്കുന്നതിന് കൂർക്കം വലി കേട്ടിട്ട് അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഉറക്കമില്ല. ഇതിന് ഇന്ന് ഞാൻ ഇവൻ വന്നോ? ജോസൂട്ടിയാണെ പട്ടി ഇത്ര കുരയ്ക്കത്തില്ലല്ലോ. എന്റെ ഈശോയെ, ഇനി കള്ളന്മാര് വല്ലോ വന്നോ? എന്താണ് പറയേ? എവിടെ? ആരാത്? പൊട്ടനാണോ? കള്ളനോ? ആ, ദേവസ്യ സൂക്ഷിക്കണം. കള്ളനാണെങ്കിൽ കൈ മാരകാര്യങ്ങൾ കാണും. എന്താ? ആ, മാറിക്കടാ. कोई लौटा है? बाहर से आवाज सुना था. ദേഹത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റിയില്ല. എന്താ എല്ലാരും കൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനി പ്രോബ്ലം? അല്ല, പട്ടി വല്ലാതെ. ഓ, നായക്ക് ആളെ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഈ കുര. 2 ദിവസം കഴിയുമ്പോൾ അവനും യൂസ്ഡ് ആയിക്കോളും. ആദ്യകാലത്ത് മുംബൈയിലെ ജൂഹു ബീച്ചിലും ഇതുപോലെ നായശല്യം ഉണ്ടായിരുന്നു. അതായത് 80s ലാസ്റ്റിൽ. അതുപോലത്തെ തല്ലിപ്പൊളി സാധനങ്ങളൊന്നുമില്ല. വലിയ വലിയ പട്ടികൾ, കാർണിവോറിയൻസ്, ബുൾഡോഗ്സ്, ഓരോന്നിനും ഇത്ര വലിപ്പം വരും. കിട്ടിയാ തിന്നുകൾ. അയ്യേ, അപ്പൊ ബോംബെയിലൊക്കെ ആളുകൾ പട്ടിയെ തിന്നുവാ? കപ്പ്യാർ ദേവസ്യല്ലേ? അതൊക്കെ മനസ്സിലായി. ഈ നാട്ടിൽ ഒരേ ഒരു വിട്ടിയേ ഉള്ളൂ എന്നുള്ള വിവരം എനിക്ക് നേരത്തെ അറിയാം. പട്ടിയെ തിന്ന മനുഷ്യരുടെ കാര്യമല്ല പറഞ്ഞത്, മനുഷ്യനെ തിന്നാൻ മാത്രം പോകുന്ന പട്ടികളുടെ കാര്യമാണ്. നിങ്ങളല്ലേ ഇന്നലെ? അല്ല, ഞാൻ ഇന്നലെ അല്ല, ഞാൻ പൈലി, ഫാന്റം പൈലി. ഇപ്പോ മുംബൈ ഈരാറ്റുപെട്ട മാങ്കോയ്ക്കൽ അവറാച്ചന്റെ മൂത്ത മകൻ. എന്റെ അപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കാൻ വഴിയില്ല. കാരണം എന്റെ അപ്പൻ ഒരു ചുക്കുമായിരുന്നില്ല, മരിച്ചുപോയി. പക്ഷേ ഫാന്റം പൈലി എന്ന് പറഞ്ഞാൽ മുംബൈയിൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ എല്ലാവരെയും എനിക്കറിയാം. പിള്ളച്ചേട്ടൻ, സതി, ഹേമ, കെന്നഡി, ദേവസ്യയുടെ ഭാര്യ മറിയ. ഇവിടത്തെ ജോസൂട്ടി എന്റെ അനിയനാണ്. അപ്പൊ ജോസൂട്ടിയുടെ ചേട്ടനാണല്ലേ? അല്ല, ജോസൂട്ടി എന്റെ അനിയനാണ്. മനസ്സിലായല്ലോ? അല്ല, പക്ഷെ ജോസൂട്ടി ഇവിടെ ഇല്ല. അറിയാം. ഇന്നലെ വന്നപ്പോ എല്ലാവരും ഉറക്കുമായിരുന്നു. നമ്പർ ലോക്ക് ആയതുകൊണ്ട് ഒരു ചെറിയ നമ്പർ ഞാൻ അങ്ങ് തുറന്നു. ചെറുതായിട്ടൊന്നും വരണു അല്ലേ? ബോംബെയിൽ എന്നായിരുന്നു പണി? സർക്കസിലാണോ? അയ്യോ, സർക്കസുകാർക്കൊന്നും എന്നെ മുതലാകത്തില്ല. ഐ എം വെരി കോസ്റ്റ്ലി. ഞാനൊരു നടനാണ്. ഐ എം ആൻ ആക്ടർ, ഹിന്ദി ഫിലിം ആക്ടർ. ഹിന്ദി നടനോ? ഈ അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറയുന്നത് പോലെ? ഇത് അതുപോലത്തെ നടനമല്ല. ഒരു കണക്കിന് അമിതാഭ്ജേക്കാൾ കേമനാണ് പൈലി. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത പലതും ഫാൻ എനിക്ക് ചെയ്യാൻ പറ്റും. യെസ്, ഐ എം എ സ്റ്റണ്ട് ആക്ടർ. സ്റ്റണ്ട് ആക്ടർ എന്ന് പറയുമ്പോ ഈ മടിക്കണ്ട, പറഞ്ഞോളൂ. അത് തന്നെ, ഡ്യൂപ്പ്, പകരക്കാരൻ. ബോളിവുഡിലെ പിത്തക്കാടികളായ അമുൽ ബേബികൾക്ക് വേണ്ടി പലതും ചെയ്യുന്ന ഞാനാ. അപ്പൊ അകത്തൊറ്റയ്ക്ക് കാട്ടാകുസ്തിയായിരുന്നല്ലേ? ഏയ്, അത് വെറും ചോട്ടാ വാമിംഗ് അപ്പ്. ചെറിയൊരു ആക്സിഡന്റ് പറ്റി, അസ്ഥി ഒന്ന് പൊട്ടി. അതുകൊണ്ട് പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, ജോസൂട്ടി വരുന്നത് വരെ നമുക്ക് നല്ല അയൽക്കാരായിട്ട് കഴിയാം. ആരെങ്കിലും വിട്ട് ബദാം ഉണ്ടോ? ബദാം ആൽബദ. ഓക്കെ, വേണ്ട. ചെറുപേരുണ്ടോ? നല്ല ചെറുപേര്, കരടില്ലാത്തത്. 2 സ്പൂൺ ചെറുപേരെടുത്ത് കുടിച്ച് കാപ്പിയിലിട്ട് കൊണ്ട്. ചെറുപേര് ബദാമിന് പറ്റിയ ഡൂപ്പാണ്. പെട്ടെന്ന് വേണം. അപ്പൊ ഞാൻ കുടിക്കാം. വാ മകളെ. ഇവനെ വെച്ചൊരു കളി കളിക്കാം. എന്ത് കളി?